അപ്പോൾ തുടങ്ങാം. കസർത്തുമായി കവലയിലോട്ട് ഇറങ്ങുകയാണ് കാപ്പാത്തനെ. ആയിരം ഗംഗയിൽ മുങ്ങിയാലും പിണറായിയുടെ പാപക്കറ കഴുകിക്കളയാൻ കഴിയില്ല. വി എൻ വാസവനെ പായസം കുടിക്കാനാണോ മന്ത്രിയായിരുത്തിയത്? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ച് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഈ വാർത്തയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റുകളാണ് ഇന്നത്തെ കവല കസർത്തിൽ. ഒരു കസർത്ത് ഇങ്ങനെയാണ്: പെറോട്ടയും ഉള്ളിക്കറിയും കഴിച്ചാൽ കുഴപ്പമില്ല എന്നാണ് സുരേന്ദ്രന്റെ ഒരു ഇത്. ഉള്ളിയിട്ട ബീഫ് കഴിക്കാമോ? മറ്റൊരു കമന്റ്: പിണറായി ഒരിക്കലും ഗംഗയിൽ കുളിക്കാൻ ഇടയില്ല. എങ്കിൽ ഗംഗയാറു പിറക്കുന്നു ശബരിമലയിൽ. ഒരു കമന്റ് ഇങ്ങനെയാണ്: സുരേട്ടനെ ഇതുവരെ അയ്യപ്പൻ കനിഞ്ഞിട്ടില്ല, എല്ലാ തവണയും 0-0. അതെങ്ങനെ? നേരും നെറിയും ഉള്ളിടത്തെ അയ്യൻ കൂടെ ഉണ്ടാകൂ. പിണറായിക്ക് 99 സീറ്റ് കൊടുത്തു, എല്ലാം അയ്യപ്പ കടാക്ഷം. പിണറായി അയ്യൻ. ഈ പവിത്രമായ ഭൂമിക്ക് പോലും വേണ്ടാത്ത നികൃഷ്ട ജീവിയാണ് ഉള്ളി സുരാത്താൻ. ഇതാണ് ഒരു കമന്റ്. നികൃഷ്ട ജീവി, ആ വാക്കിൽ കയറി പിടിക്കല്ലേ. മറ്റൊരു കമന്റ്: വെറുതെ അല്ല സുരേന്ദ്ര നീ നിയമസഭ കാണാത്തത്, എവിടെ നിന്നാലും തോൽവിയാണല്ലോ, അയ്യപ്പ ശാപം, തോൽവി തിന്തക്കത്തോ. വേറൊരു കമന്റ്: ഇലക്ഷൻ അടുത്തു, എല്ലാ പാമ്പുകളും മാളത്തിൽ നിന്നും പുറത്തിറങ്ങി തുടങ്ങി. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. അങ്ങനെയല്ലേ? നെക്സ്റ്റ് കമന്റ്: താൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയിക്കാനുള്ള ഉള്ളിയുടെ സൈക്കിളോഡിക്കൽ മൂവ്. അങ്ങനെ അല്ലല്ലോ, സൈക്കോളജിക്കൽ മൂവ് എന്നല്ലേ? ഒരു കമന്റ്: ജനങ്ങളെ ബാധിക്കുന്ന എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇതിലൊന്നും ഏതെങ്കിലും ഒരു BJP നേതാക്കൾ ഇടപെടുന്നുണ്ടോ? അവർക്ക് വേണ്ടത് മതം, ജാതി. അങ്ങനെയും ഒരു ജാതി. മറ്റൊരു കമന്റ്: പിണറായി ഇനിയും കേരളത്തിന് വേണം, ഗംഗയിൽ കൊണ്ടുപോയി ജീവൻ എടുക്കരുത് പ്ലീസ്. ഇല്ല, പേടിപ്പിച്ച് വിട്ടോളാം. മറ്റൊരു കമന്റ്: ഇനി എന്തോ ശബരിമല അയ്യപ്പൻ അവിടെ ഉണ്ടോ, അതോ അതും കൊണ്ടുപോയി എല്ലാം ശരിയാക്കിയോ? LDF വരും, എല്ലാം ശരിയാകും എന്നല്ലേ? വേറൊരു കമന്റ്: ഇത് ഇപ്പോൾ പറയാൻ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ, അതാ കാര്യമല്ലേ. இந்த പഞ്ചായത്തിലെ ഹുങ്ക് പെരുത്തവളാരിവളോ. മറ്റൊരു കമന്റ്: ഇതൊരു ദീനരോധനമായി കണ്ടാൽ മതി, അല്ല ദയനീയ രോദനം. ഒരു കമന്റ്: ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞ് സ്വന്തം കുപ്പായം കീറി സീൻ അഭിനയിച്ചത് ഞങ്ങളാരും മറന്നിട്ടില്ല കേട്ടോ. ഇരുമുടി താങ്കി എന്നല്ലേ, അതിനെ വലിച്ചെറിഞ്ഞു, അപ്പം സീന. സുരേന്ദ്ര, നീ ഇരുമുടിക്കെട്ട് കൊണ്ട് കാട്ടിക്കൂട്ടിയത് ജനങ്ങൾ കണ്ടതാണ്. നാവ് നിയന്ത്രിച്ചാൽ നിനക്ക് നല്ലത്. ഇതാണ് ഒരു ഭീഷണി സ്വരത്തിലുള്ള കമന്റ്. എല്ലില്ലാത്ത നാവല്ലേ അനിയ. വേറൊരു കമന്റ്: കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി സുരേന്ദ്രൻ ജി. അത് നടക്കൂല, വേണമെങ്കിൽ ഗവർണറാക്കാം. പായസം കുടിക്കല്ലേ മന്ത്രി, വല്ല ഹാൻസും വയ്ക്ക്. ഇതാണ് ഒരു കമന്റ്. നല്ല പ്രാസം, പായസവും ഹാൻസും. കഴിവുള്ള ആളുകളെ മന്ത്രിയാക്കും. അനൂപ് ആന്റണി പറഞ്ഞു ഓർത്താൽ സുരേന്ദ്രന് നല്ലത്. ഇതാ ഒരു കമന്റ്. അപ്പോൾ കഴിവ് കെട്ടവൻ എന്നാണോ? ഒരു കമന്റ്: എന്ത് പാപമാണ് സാർ പിണറായി ചെയ്തത്? അദ്ദേഹത്തിന് താങ്കളുടെ പാർട്ടി ഭരിക്കുന്ന ഭാരത സർക്കാർ എത്ര അംഗീകാരങ്ങളാണ് നൽകിയിട്ടുള്ളത്? അതൊക്കെ പാപത്തിനുള്ളതാണോ? എങ്കിൽ അദ്ദേഹം പാപി തന്നെ. പാപി ചെല്ലുന്നിടം പാതാളം എന്നല്ലേ? പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. സുരേന്ദ്ര, നീ ആദ്യം പെട്രോളിന് 50 ഡീസലിന് 40 ആക്ക്, എന്നിട്ട് ചിലക്ക്. ഇതാണ് ഒരു കമന്റ്. ആക്കിയല്ലോ 1/2 ലിറ്ററിന്. അപ്പോൾ ഇന്നത്തെ കസർത്ത് കഴിയുകയാണ്. കവലയിൽ വീണ്ടും കാണാം. എല്ലാവരും ഓക്കെ അല്ലേ? ബൈ ദ ബൈ, ഓൾ ദി ബെസ്റ്റ്.